മംഗല്യയോഗത്തിന്റെ കാരകനായ ശുക്രഗ്രഹത്തിന് പാപമധ്യസ്ഥിതി, അതായത് ശുക്രന്റെ 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ വന്നാലും മംഗല്യയോഗം താമസിക്കാം. ശുക്രഗ്രഹത്തിനൊപ്പം മറ്റ് പാപഗ്രഹങ്ങൾ വന്നാലും മംഗല്യ തടസ്സമാണ് ഫലം. ശുക്രൻ ദുർബലനായാലും ശുക്രൻ നീചരാശിയായ കന്നിയിൽ വന്നാലും വിവാഹം വൈകുന്നതിന് ഇടയാകും. ക്ഷേത്രങ്ങളിലെ ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലെ 5-ാം ദിവസത്തെ ഭാഗമായ രുക്മിണി സ്വയംവരം കേൾക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മംഗല്യയോഗത്തിനുള്ള അനുഗ്രഹം നൽകും. ഗ്രഹനില ദോഷങ്ങളോ മറ്റ് മംഗല്യദോഷങ്ങളോ ഉള്ളവർക്ക് ഉമാമഹേശ്വര പൂജ നടത്താവുന്നതാണ്. ഇതോടൊപ്പം ഉമാമഹേശ്വരന്മാരെ ഭജിച്ച് വ്രതവും അനുഷ്ഠിക്കുന്നത് ഉത്തമമായ ഫലം പ്രദാനം ചെയ്യും. ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ സ്വയംവര പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് ശുഭകരമാണ്. തിങ്കളാഴ്ച വ്രതം കൂടി അനുഷ്ഠിച്ചാൽ ഫലസിദ്ധി വർദ്ധിക്കും.